ആൾക്കാർ വളരെ സ്പീഡിൽ ബൈക്കിൽ പോകുന്നുണ്ട് അല്ലേ? ഈ ബൈക്കിൽ സ്പീഡിൽ പോകുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ചെറിയൊരു കല്ലേ കയറുവോ, അതിലേക്ക് ചെറിയൊരു കമ്പിൽ കയറിയോ, തടിക്കഷ്ണത്തിൽ കയറുകയോ ചെയ്താൽ ബൈക്ക് എന്ത് ചെയ്യും? സ്കിഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓയിലേക്ക് കയറിയാലും സ്കിഡ് ആവും. ചിലർ ഇങ്ങനെ എസ് വരച്ച ഇങ്ങനെ പോകുന്നതാണ് അല്ലേ? അങ്ങനെ പോകും. അങ്ങനെ എന്ത് ചെയ്യും? ഇത് ക്വിക്കായിട്ട് സ്കിഡ് ആവും. സ്കിഡ് ആവുക എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. ആ സ്കിഡായി കഴിഞ്ഞിട്ട് ഒരു വണ്ടിയുടെ അടിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പറഞ്ഞോ? അപ്പൊ ഇതാണ് സെക്കൻഡ്സിന് വാല്യൂ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ ഓർക്കേണ്ടത്. പലപ്പോഴും ഞാൻ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്ന സമയത്ത് ചിലർ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവനൊക്കെ രക്ഷപ്പെടുന്നത് സെക്കൻഡ്സുമാണ്. സെക്കൻഡ്സിന്റെ വ്യത്യാസം. അല്ലായിരുന്നെങ്കിൽ അവൻ എവിടെ ഇരുന്നേനെ? ഏതെങ്കിലും ചിത്തിയാല് പിറ്റേ ദിവസം പതിഞ്ഞിരുന്നേനെ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ അച്ചടിച്ച് വന്നേനെ. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, സെക്കൻഡ്സിന് വിലയുണ്ട്, മിനിറ്റുകൾക്ക് വിലയുണ്ട്, ദിവസങ്ങൾക്ക് വിലയുണ്ട്, ആഴ്ചകൾക്ക് വിലയുണ്ട്, മാസങ്ങൾക്ക് വിലയുണ്ട്, വർഷങ്ങൾക്ക് വിലയുണ്ട്. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത് സെക്കൻഡ്സിനാണ് വില. നമ്മുടെ ലൈഫിൽ നാം ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ട സെക്കൻഡ്സുകൾ നഷ്ടപ്പെടുന്നില്ല എന്ന് ആരും ഉറപ്പുവരുത്തണം. നമ്മൾ ഉറപ്പുവരുത്തണം.